രക്ഷിക്കൂ. ഡ്രിൽ സ്യൂട്ട് ഓൺ. താങ്ക് യു റോബോ ബോയ്. നീ വരാനെന്താ ഇത്ര ലേറ്റ് ആക്കിയത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലതും സംഭവിച്ചെങ്കിലോ? താങ്ക് യു പറയുന്നതിന് പകരം നീ അവനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരിക്കലും നന്നാവില്ലടാ. Come on, attack, attack. ശക്തിയൊക്കെ ഒന്ന് കാണട്ടെ. എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്തിനാടാ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നേ? നീ എന്തായി ചെയ്യുന്നത്? എന്താ പറ്റിയത്? നമ്മൾ 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ മറ്റുള്ളവർ ആരും ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ അങ്ങ് വിൻ ചെയ്താൽ നമ്മളെ എല്ലാരും സംശയിക്കും. നമ്മൾ മാജിക് യൂസ് ചെയ്തെന്ന് വിചാരിക്കും. വാ, നമുക്ക് വല്ല ആഹാരവും കഴിച്ചിട്ട് വരാം. നീ വിഷമിക്കണ്ട ഇംലി. നിനക്ക് ഒരപകടവും പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇല്ല വീർ, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. ഈ ബണ്ടി നോർമൽ ബണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതാണ്ട് ഒരു റോബോയെ പോലെ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവന് ഏതോ ഒരു വഴിയിൽ ഡിംബക്ടു തന്റെ കൺട്രോളിലാക്കി വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. ബണ്ടിയുടെ ഹെൽമെറ്റില് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ വീർ. എനിക്ക് തോന്നുന്നത് ബണ്ടി അവന്റെ കൺട്രോളിൽ ഇരിക്കാൻ കാരണം ആ ഹെൽമെറ്റ് ആണെന്ന്. എമിലി, ഇനി നീ ഡ്രൈവ് ചെയ്യ്. ഞാൻ പോയി അവന്റെ ഹെൽമെറ്റ് എങ്ങനെയെങ്കിലും ഊരിക്കളയട്ടെ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ.
ബൈക്കുകളുടെ വേഗത ഞാൻ ഇനി കൂട്ടാൻ പോവുകയാണ്. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ചേടാ ഇതെന്താ ഈ റോബോയുടെ പുറകെ എന്താ എലികളൊക്കെ ഓടുന്നത്? ഇത് ഏത് തരം എലികളാ? ചുമരിൽ കയറി എത്ര വേഗത്തിൽ അതെല്ലാം ഓടുന്നതെന്ന് നോക്കിയേ. അപ്പൂപ്പ ഇതൊന്നും എലികളല്ല, റോബോട്ടാണ്. അതിനകത്ത് ചെറിയൊരു മോണിറ്ററിൽ എന്റെ ഫോട്ടോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് എന്റെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയെല്ലാം ട്രാപ്പ് ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കപ്പൂപ്പ. ഓക്കേ വീർ, നീ അവരെ സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ അവരെ പിടിക്കാനുള്ള വല തയ്യാറാക്കാം. ശരി അപ്പൂപ്പ. അപ്പൂപ്പ എന്റെ ജെറ്റ് പാക്ക് ഡാമേജ് ആയിരിക്കുകയാണ്. എനിക്കിപ്പോ പറക്കാൻ പറ്റുന്നില്ല. റോബോബോയ് അപ്പൂപ്പ എല്ലാ എലികളുടെയും കഥ കഴിഞ്ഞിരിക്കുന്നു. സോറി കൂട്ടുകാരെ. ചേട്ടോ, നീ നിന്റെ മാജിക് യൂസ് ചെയ്യേ, വീടിനെ രക്ഷിക്കേ. ഞാൻ മാജിക് പവർ ഇല്ലാതെ വീറിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ എന്റെ കൂടെ വാ, വേഗം വാ. ഞാൻ ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് പറക്കാൻ പോവാ. എങ്കിൽ മാത്രമേ ഈ ബൈക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അവന്റെ ബൈക്ക് ഓടിക്കൽ കാണാൻ നല്ല രസമുണ്ട്. ഇനി നീ എങ്ങനെയാണ് രക്ഷപ്പെടുക വീർ? അത് ഞാനൊന്ന് കാണട്ടെ. ചേടാ ഇതെന്താ, കാറ്റിലൊരു ബൈക്ക് പറന്നു വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൂപ്പ എന്റെ നേർക്ക് പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുക. ബൈക്ക് ഇപ്പൊ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോളിലാണ്. വീർ, ഞാൻ നിന്റെ സ്യൂട്ടിൽ പാരാഷൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം അത് പ്രവർത്തിപ്പിക്കേ. താങ്ക് യു അപ്പൂപ്പ. പാരഷൂട്ട് ഓൺ. രക്ഷപ്പെട്ടു. ഹലോ വീർ, നീ ഇപ്പൊ എവിടെയുള്ളത്? മുകളിലേക്ക് നോക്ക്. ഞാൻ റെയിൽവേ ക്രോസിംഗിന്റെ അടുത്ത് ലാൻഡ് ആകാൻ പോവുകയാണ്. ഈ ബൈക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീ പോയി സ്ട്രോങ് ആയ ഒരു കയർ എടുത്തോണ്ട് വാ. ഒന്ന് വേഗം ചെയ്യ് എമിലി. എമിലി നിക്ക്, ഞാനും വരുന്നു. എമിലി ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ബൈക്കിന്റെ സ്പീഡ് ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നീ ആ കയറ് താഴെ വെച്ചേക്ക്, ഞാനത് എടുത്തോളാം.